ഹലോ ഗെയ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എണീറ്റു. ഇന്ന് ചെടിക്കൊക്കെ ഒന്ന് വെള്ളം നനയ്ക്കുകയാണ് കേട്ടോ. കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുകയാണ്. രാവിലെ എണീറ്റപ്പോൾ പൈപ്പ് ലൈനിൽ വെള്ളമുണ്ട്. അപ്പോൾ പൈപ്പ് ലൈനിൽ വെള്ളമുള്ള അനുസരിച്ച് രാവിലെയാണ് വെള്ളം ഉള്ളെങ്കിൽ രാവിലെ അങ്ങ് ഒഴിക്കും, അല്ലെങ്കിൽ വൈകിട്ടാണേ ഒഴിക്കുന്നത്. അപ്പോൾ ചെടികളെല്ലാം ഒന്ന് നനപ്പിച്ച് മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ടാണ് മിക്ക ദിവസങ്ങളിലും ഞാൻ അടുക്കളയിലോട്ട് കയറുന്നത്. ചില ദിവസങ്ങളിൽ നമുക്ക് മടി പിടിച്ച് ഇതൊന്നും നടക്കത്തില്ല, നേരെ കിച്ചണിലേക്ക് അങ്ങ് കയറും. അപ്പോൾ മക്കൾ പള്ളിയിൽ പോവുകയാണ്, റെഡിയായിട്ട് പോവുകയാണ്, അസ്സലാമു അലൈക്കൊക്കെ പറഞ്ഞ് പോവുകയാണ്. ശേഷം ചായ ഇട്ടു, അതിൻ്റെ ഇടയിൽ ചായ വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻ ടീ ആണ്, കുറച്ച് ദിവസം കൊണ്ട് ഇപ്പോൾ ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത്. അതൊരു മടുപ്പ് തോന്നുമ്പോൾ ചായയിലോട്ട് കയറും. പിന്നെ രാവിലത്തെ പാചകം എല്ലാം അങ്ങോട്ട് തിറത്തിയിലങ്ങ് നടക്കുകയാണ്. കാരണം ഈ കുറച്ച് ഇഞ്ചിക്കറി വെക്കാൻ തീരുമാനിച്ചു. പിന്നെ ചോറ് കുക്കറിലാണേ വെക്കുന്നത്. ചോറ് വെച്ചു. പിന്നെ വെള്ളം 2 കലം അടുപ്പിൽ തന്നെ തിളപ്പിക്കും. ശേഷം നമ്മൾ ഇഞ്ചിക്കറിക്ക് ഉള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് മറ്റേ ഇഞ്ചിയും വറുത്ത് കോരി പുളിവെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് പിന്നീട് നമ്മൾ നന്നായിട്ട് പിന്നെ അരച്ചെടുക്കും പേസ്റ്റായിട്ട്. അത് കുട്ടികൾക്കും ഇവിടെ എല്ലാവർക്കും അങ്ങനെ പേസ്റ്റായിട്ട് അരയ്ക്കുന്നതാണ് ഇഷ്ടം. എന്നിട്ട് നമ്മൾ കടുവൊക്കെ താളിച്ച് ഇഞ്ചിക്കറിയൊക്കെ അടുപ്പിലാക്കി. അപ്പോൾ അതവിടെ നിന്ന് അവിടെ കിടന്ന് തിളച്ച് പറ്റട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത പണിയിലോട്ട് പോയി. ഇന്ന് കിച്ചണിലേക്ക് തോരനൊക്കെ പിന്നെ ഇത് തോരന് ഐറ്റംസ് ചീരത്തോരനായിരുന്നു, അതരിഞ്ഞു. ചീരത്തോരനൊക്കെ റെഡിയായി, അത് ഒരു സൈഡിൽ അത് കഴിഞ്ഞു. അപ്പോൾ ഓരോ ഇതും ഇറക്കുമ്പോൾ അടുത്തടുത്തത് വെക്കുന്നതിൽ പാകത്തിൽ ഞാനെല്ലാം ആക്കും. അങ്ങനെയാണ് എൻ്റെ പണി പെട്ടെന്ന് തീർക്കുന്നത്. രാവിലത്തേക്ക് കടലക്കറി തിളപ്പിച്ചു, കടലക്കറി ആയിട്ടുണ്ട്. പിന്നെ അപ്പം ചുടാൻ വെച്ചു. ഇത് മക്കളമാർ വന്നിട്ടാണ് ചൂടോടെ ചുട്ടു കൊടുക്കുന്നത്. അപ്പോഴേക്കും ബാക്കിയെല്ലാം ഒതുക്കും. പിന്നെ ഉച്ചക്കത്തേക്ക് സോയാബീൻ കറിയാണ്. അത് നല്ല ഇറച്ചിക്കറിയൊക്കെ വെക്കുന്നത് പോലെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് പറ്റിച്ച് വെക്കും. ചിലപ്പോൾ വറുക്കുകയും ചെയ്യും. ഇന്ന് പിന്നെ വേറെ കറി ഇല്ലാത്തതുകൊണ്ട് സോയാബീൻ അങ്ങ് കറിയാക്കി. പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് കുറച്ച് കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കും. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.